കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മെജുഗറിയിൽ പരിശുദ്ധ അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ ഇടപെടലുകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത്. മെജുഗറിയിൽ പരിശുദ്ധ അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ ഇടപെടലുകൾ എത്രമാത്രം ശക്തമാണ് എന്നും മെജുഗറിയിലെ സന്ദേശങ്ങൾ ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്നും കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ മെജുഗറിയിൽ കുടുംബത്തെക്കുറിച്ച് നൽകിയ സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ്. നമ്മുടെ ഇഷ്ടസ്ഥലമാണ് നമ്മുടെ കുടുംബം. നമ്മൾ അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ പേരിലാണ്. നമ്മുടെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ഒന്നിച്ച് ജീവിക്കുന്ന നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഇടമാണ് കുടുംബം. നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഒരുപക്ഷെ ആകെയുള്ളത് നമ്മുടെ കുടുംബമാകാം. ഒരു വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും കുടുംബം ഒന്നിച്ചൊരു വാടക വീട് താമസിക്കുമ്പോൾ നമുക്ക് വീടില്ലായിരിക്കാം, സ്ഥലമില്ലായിരിക്കാം, മറ്റ് വരുമാനങ്ങളൊന്നുമില്ലായിരിക്കാം, എങ്കിലും നമുക്കൊരു കുടുംബമുണ്ട്. അപ്പനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം. ഈ കുടുംബം എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് പരിശുദ്ധ അമ്മ മെജുഗറിയിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. കുടുംബം അത് ദൈവസന്നിധിയിൽ ഒത്തിരി വിലയുള്ള ഒരു കാര്യമാണ്. ഈ കുടുംബത്തെ നമ്മൾ ഒന്നു ചേർന്ന്, അപ്പനും അമ്മയും മക്കളും ഒന്നു ചേർന്ന് ദൈവത്തോട് ചേർത്ത് വെച്ച് വളർത്തണമെന്നും നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങളും അനുഗ്രഹപ്രദമാക്കണമെന്നും പരിശുദ്ധ അമ്മ മെജുഗറിയിലൂടെ ആവശ്യപ്പെടുകയാണ്. കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് കുടുംബത്തെ വളർത്തണം. കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും മറുതലിച്ച് നിൽക്കുമ്പോൾ കുടുംബം വളരുകയല്ല, ശിഥിലമാവുകയാണ് ചെയ്യുന്നതെന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതൊരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിത അനുഭവമായിരിക്കും. കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കുടുംബം വളരില്ല. കുടുംബാംഗങ്ങൾ തമ്മിൽ മത്സര്യ ബുദ്ധിയോടുകൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുടുംബങ്ങൾ വളരില്ല. കുടുംബാംഗങ്ങൾ ആരാണ് വലുതെന്നുള്ള ചിന്തയോടുകൂടി, ഇല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യട്ടെ, ഇതെൻ്റെ ജോലി അല്ല എന്നുള്ള ചില സ്വാർത്ഥ മനോഭാവത്തോടു കൂടിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുടുംബങ്ങൾ ശിഥിലമാവുകയാണ്, ഒരിക്കലും കെട്ടിപ്പടുക്കപ്പെടുകയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഓരോ കുടുംബങ്ങളെയും എത്രമാത്രം ശക്തമായി കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് കെട്ടിപ്പടുക്കണം, വളർത്തണം എന്ന് പരിശുദ്ധ അമ്മ മെജുഗറിയിലൂടെ ആവശ്യപ്പെടുകയാണ്. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ പറയുന്നു, കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് നിങ്ങളുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം.
ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഒരു പ്രാർത്ഥന മാത്രമല്ല അമ്മ ആവശ്യപ്പെടുന്നത്. അപ്പനും അമ്മയും മക്കളും ഒന്നു ചേർന്ന് നിങ്ങളുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് അനുദിനം പ്രതിഷ്ഠിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാലോ, തിരുഹൃദയ പ്രതിഷ്ഠ നമ്മളൊക്കെ എപ്പോഴും ചെല്ലുന്ന പ്രാർത്ഥനയാണ്. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട്. അതെല്ലാ ദിവസവും അപ്പനും അമ്മയും മാതാപിതാക്കളും ഒന്ന് ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: കുടുംബാംഗങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നുവെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അത് സാധാരണഗതിയിൽ നമ്മൾക്ക് ഒന്നിച്ച് വന്ന് പ്രാർത്ഥിക്കാറുണ്ടാകാം. എന്നാൽ കുടുംബങ്ങളിൽ പ്രഭാത പ്രാർത്ഥന സാധാരണമായി ഉണ്ടാകാറില്ല. എന്നാൽ പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്ന കുടുംബങ്ങളുമുണ്ട്. സന്യാസാശ്രമങ്ങളിൽ വൈദികർ സന്യസ്തരൊക്കെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ പ്രഭാത പ്രാർത്ഥന അത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി എല്ലാ സന്യാസാശ്രമങ്ങളിലുമുണ്ട്. രാവിലെ സന്യാസികളെല്ലാവരും ഒന്നിച്ചു വരുന്നു. സിസ്റ്റേഴ്സ്, അച്ഛന്മാരൊക്കെ അവരവരുടെ സന്യാസ ഭവനങ്ങളിൽ അതിരാവിലെയുള്ള പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ചു ചേരുന്നു. ഇത് ദൈവത്തെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പരിശുദ്ധ അമ്മ പറയുകയാണ്, എല്ലാ കുടുംബങ്ങളിലും മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്ന് രാവിലെ എഴുന്നേറ്റ് ഒരമണിക്കൂർ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ഒപ്പം ആ കുടുംബത്തെ ഈശോയോട് ഐക്യപ്പെടുത്തുവാൻ അമ്മയെ അവർ സഹായിക്കുകയും ചെയ്യുന്നു. പ്രഭാത പ്രാർത്ഥനയിൽ ആരംഭിക്കുന്ന ഒരു കുടുംബ ജീവിതം അത് ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, അവരെ സഹായിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് എളുപ്പമാണ് എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുഗുരിയിലൂടെ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലണം. അത് അമ്മ ആവശ്യപ്പെട്ടത് പ്രഭാത പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഉൾപ്പെടുത്തിയാണ്. നിങ്ങൾ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന കുടുംബങ്ങളായിരിക്കണം നിങ്ങളുടെ കുടുംബങ്ങൾ. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ ദൈവവചനം വായിക്കണം, നിങ്ങൾ ബൈബിള് വായിക്കണം. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഈ അമ്മയുടെ സന്ദേശം മിക്ക കുടുംബങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. അല്പമെങ്കിലും വചനം വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുടുംബങ്ങൾ. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കൊറോണയ്ക്ക് ശേഷം പല കുടുംബങ്ങളുടെയും അവസ്ഥ ഒത്തിരി വ്യത്യാസമാണ്. പല കുടുംബങ്ങളിലും സന്ധ്യാപ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം കുറഞ്ഞു വരുന്നു. ബൈബിൾ വായന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും വ്യക്തിപരമായി ബൈബിൾ വായിച്ചെന്നിരിക്കും, പക്ഷേ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഒരുപക്ഷെ പ്രയാസമായി മാറുകയാണ് ഈ കാലഘട്ടത്തിൽ. ചില കുടുംബനാഥന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരുത്തൻ മൊബൈലും കൊണ്ട് അങ്ങോട്ട് പോകും. പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ ഒരാൾക്ക് മറ്റെന്തെങ്കിലും തിരക്കായിരിക്കും. അങ്ങനെ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ എത്ര പ്രയാസപ്പെടുന്നുണ്ട് എന്ന് ചില കുടുംബനാഥന്മാർ പങ്കുവച്ച് ഓർക്കുകയാണ്. ഇതൊരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്, ഒപ്പം വചനം വായിക്കുക എന്നുള്ളത്. ചില കുടുംബങ്ങളെ ഇറക്കി ഓരോരുത്തരും വ്യക്തിപരമായ വചനം വായിക്കും. അവർ കുടുംബത്തിൽ ആ വചനം ചിലപ്പോൾ ഷെയർ ചെയ്യുന്നവരുണ്ട്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ചു വരുമ്പോൾ ആരെങ്കിലും ഒരാൾ കുടുംബത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വചനം വായിച്ച് ആ വചനം കുടുംബത്തിൽ വളരുവാൻ സാഹചര്യം ഒരുക്കുന്നു. ഇങ്ങനെ ബൈബിൾ കുടുംബത്തിൽ വായിക്കണം എന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നുണ്ട്. കുടുംബം വളരണമെങ്കിൽ പ്രാർത്ഥനയുണ്ടാകണം. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയല്ല, ഒന്നിച്ചുള്ള പ്രാർത്ഥന. കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള പ്രാർത്ഥന. കുടുംബം വളരണമെങ്കിൽ സന്ധ്യാപ്രാർത്ഥന മാത്രമല്ല, പ്രഭാത പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ അത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഇടമായി മാറും എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ മെജ്ജുഗുരിയിൽ നൽകുന്ന സന്ദേശം.
ഈ കുടുംബ പ്രാർത്ഥനയിൽ ബൈബിൾ അത് കുടുംബ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി മാറണം. വചനം കുടുംബത്തിൽ വായിക്കണം, വചനം കുടുംബത്തിൽ വിതയ്ക്കണം, വചനം കുടുംബത്തിൽ വളരുവാൻ നാം സാഹചര്യം ഒരുക്കണം. അപ്പോൾ ദൈവവചനത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഓരോ കുടുംബങ്ങളിലും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇപ്രകാരമുള്ള കുടുംബങ്ങളെ ഈശോയോട് ഐക്യപ്പെടുത്തി വളർത്തുവാൻ എനിക്ക് നിങ്ങൾ സഹായകമാണ് എന്ന് പരിശുദ്ധ അമ്മ മെഡ്ജുഗുരിയിലൂടെ ആവശ്യപ്പെടുന്നു. എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ മെഡ്ജുഗുരിയിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ കടന്നു വരികയുള്ളൂ. സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാണ്ട് കാത്തിരിക്കുകയാണ്. വിളിക്കുന്ന കുടുംബങ്ങളിലേക്ക് അവൻ കടന്നു വരും. അതുകൊണ്ട് അമ്മ പറയുക, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മക്കൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ തന്നെ ആ കുടുംബത്തിലേക്ക് കടന്നു വന്ന് കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും, പരിശുദ്ധാത്മാവ് ചെയ്തു തരും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരുവാൻ അനുവദിക്കുവിനെന്ന്. പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചിട്ടും വീട്ടുകാരുടെ സഹകരണമില്ലാത്തത് കൊണ്ട് പല കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന് കടന്നു വരുവാൻ സാധിക്കാതെ പോവുകയാണ് ഈ കാലഘട്ടത്തിൽ. പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചിട്ടും കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിന് കുടുംബത്തെ സമർപ്പിക്കാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്ന് പല കുടുംബങ്ങളിലും നടക്കുന്നില്ല എന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. കുടുംബത്തിലെ പ്രാർത്ഥനകൾ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമായി മാറിയിരിക്കുകയാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് ജോലി കിട്ടാൻ, ജർമ്മൻ പരീക്ഷ പാസ്സാകാൻ, UK വിസ അടിക്കാൻ, IELTS OET പാസ്സാകാൻ, ഇങ്ങനെയുള്ള അല്ലെ കടബാധ്യത മാറാൻ, ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് മാത്രമുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയൊന്നും ദൈവസന്നിധിയിൽ അത്രമാത്രം വിലയുള്ളതല്ല എന്ന് ഓർപ്പിക്കുക. പ്രാർത്ഥന എത്രമാത്രമായിരിക്കണം? പരിശുദ്ധാത്മാവിന് തങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന. ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബാംഗങ്ങൾ, ദൈവത്തെ മഹത്വപ്പെടുന്ന കുടുംബാംഗങ്ങൾ, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുന്ന കുടുംബാംഗങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാറുണ്ടോ? നമ്മൾ ഒരു നമ്മുടെ പിള്ളേരെ വിദേശത്തേക്ക് വിടാനും പഠിക്കാൻ പോകാനും ഒക്കെ നമ്മൾ പല മാർഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് ഏജൻസികളും ഏജൻറ്റുമാരുമുണ്ട്. നമ്മളൊരു ഏജൻറ്റിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് ചോദിക്കാറുണ്ടോ, പരിശുദ്ധാത്മാവേ ഇതാണോ എൻ്റെ ഈ കുഞ്ഞിൻ്റെ വഴി? ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വീട് പണയം വെച്ച് ഉള്ളതുകൊണ്ട് ഏജൻറ്റുമാർക്ക് കൊടുത്ത് എത്ര ഏജൻറ്റുമാർ പറ്റിച്ചിട്ട് പോകുന്നു. കേരളത്തിൽ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ഒരുപാട് ഏജൻറ്റുമാരുടെ തട്ടിപ്പിനിരയായ എത്ര കുടുംബങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. എല്ലാ ഏജൻറ്റുമാരും തട്ടിപ്പാണെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ഏജൻറ്റുമാരുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് സത്യസന്ധതയുള്ള നേരെയുള്ള ഒരു ഏജൻസിയെ കാണിച്ചു തരുവാനും ആ ഏജൻസിയിലൂടെ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുവാനും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ പ്രവർത്തിക്കാൻ നാം അനുവദിക്കണം. കുടുംബങ്ങളുടെ ഓരോ തീരുമാനങ്ങളിലും പരിശുദ്ധാത്മാവിന് ഒരു മുഖ്യ പങ്കുണ്ടാകണം. ഇതാണ് പരിശുദ്ധ അമ്മ മെഡ്ജുഗുരിയിൽ ആവശ്യപ്പെടുന്നത്. തീരുമാനങ്ങൾ ആത്മാവിനോട് ആലോചിക്കണം.
പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാതെ, പരിശുദ്ധാത്മാവോട് ആലോചിക്കാതെ, സ്വന്തം തീരുമാനങ്ങൾ എടുത്ത് സ്വന്തം താല്പര്യങ്ങൾക്ക് പുറകെ പോകുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും പരാജയപ്പെട്ടു പോകുക. പിന്നെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദൈവാശ്രയ ബോധത്തോടു കൂടി പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോകുന്ന, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ അനുവദിക്കുവിനെന്ന്. പരിശുദ്ധ അമ്മ കുടുംബങ്ങൾ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമാണ്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തണം എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇതൊക്കെ സാധ്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തണം. ഇത് അമ്മയുടെ ഒരു ആഗ്രഹമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കാരണം പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നു, സാത്താൻ ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളെ തകർക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. സാത്താൻ നോട്ടമിട്ടിരിക്കുന്നത് കുടുംബങ്ങളെയാണ്. സാത്താൻ നോട്ടമിട്ടിരിക്കുന്നത് കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് സാത്താൻ കുടുംബാംഗങ്ങളുടെ ഇടയിൽ അഹങ്കാരമെന്ന വിത്ത് വിതയ്ക്കും. പിന്നെ അവിടെ കുടുംബാംഗങ്ങൾ തമ്മിൽ മത്സരമുണ്ടാകും. ഒരാൾ പറയുന്നത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും. ഞാനാണ് വലുത്, നിനക്കെന്താ അറിയാമെന്ന ചോദ്യങ്ങളുണ്ടാകും. കുടുംബങ്ങളെ തകർക്കുവാൻ സാത്താൻ അതിയായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അമ്മ കുടുംബങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ നിങ്ങൾക്ക് കുടുംബാംഗങ്ങൾ തങ്ങളുടെ കഴിവനുസരിച്ച് കുടുംബത്തെ മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചാൽ അത് സാധിക്കില്ല എന്ന് പറയുന്ന കാരണം, സാത്താൻ ഓരോ കുടുംബങ്ങളെയും നോട്ടമിട്ടിരിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നിങ്ങളുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമ്മ പറഞ്ഞു, നിങ്ങളുടെ മക്കളോട് കൂടെ മാതാപിതാക്കൾ സമയം ചെലവഴിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് മക്കൾ വളർന്നു വരുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വരും. മക്കളും നിങ്ങളുമായിട്ട് ഇതുപോലുള്ള സമയം ചെലവഴിക്കുമ്പോൾ നല്ലൊരു ബന്ധം കുടുംബത്തിൽ സ്ഥാപിക്കപ്പെടും. ഈ ബന്ധമില്ലെങ്കിൽ മക്കൾ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ഈ സൗഹൃദത്തിനും ബന്ധങ്ങൾക്കുമൊക്കെ പോകാനും അന്വേഷിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളോട് കൂടെ കൂടുതൽ സമയം ചെലവഴിച്ച് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാൻ അമ്മ ആവശ്യപ്പെട്ടു. ഇതിന് അമ്മ ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മാതാപിതാക്കൾ മക്കളെ സ്നേഹത്തോടെ വളർത്തണമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കാം, സ്നേഹമില്ലാതെയാണോ മക്കളെ വളർത്തുന്നത്? നമ്മളെല്ലാവരും മക്കളെ സ്നേഹിച്ച് തന്നെയല്ലേ വളർത്തുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അമ്മ പറയുന്നതാണ്, മക്കളെ നിങ്ങൾ സ്നേഹത്തോടു കൂടി കുടുംബങ്ങളിൽ വളർത്തണം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പറ്റാണ്, നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ സ്നേഹം കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നു. കുട്ടികളുടെ കൂടെ കുട്ടികളുടെ വിശുദ്ധനായി അനേക യുവതി യുവാക്കന്മാരെ വളർത്തിയ വിശുദ്ധനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. വിശുദ്ധ ഡോൺ ബോസ്കോ ഇപ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ യുവജനങ്ങളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ സ്നേഹം യുവജനങ്ങൾക്ക് അനുഭവമാകണമെന്ന് ഡോൺ ബോസ്കോ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ചങ്ക് പറിച്ച് പലപ്പോൾ സ്നേഹിച്ചെന്നിരിക്കും, എന്നാൽ ഞാൻ സ്നേഹിക്കുന്ന കൊച്ചിന് എൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേസ്റ്റായി പോവുകയാണ്. ആ സ്നേഹം തിരിച്ചറിയാൻ കൊച്ചിന് സാധിക്കണം. അതുകൊണ്ടാണ് ഡോൺ ബോസ്കോ പറഞ്ഞത്, നിങ്ങൾ കുഞ്ഞുങ്ങളെ യുവതിയുവാക്കന്മാരെ സ്നേഹിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ സ്നേഹം പ്രകടമാക്കണം, നിങ്ങളുടെ സ്നേഹം അവർ അനുഭവിക്കാൻ അവർക്ക് സാധിക്കണം. ഇതാണ് കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് മെജ്ജുകൊരയിലൂടെ. നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, ശരി തന്നെ, എന്നാൽ നീ സ്നേഹിക്കുന്ന നിൻ്റെ സ്നേഹം ആ കൊച്ചിന് സ്വീകരിക്കാനോ തിരിച്ചറിയാനോ സാധിക്കുന്നുണ്ടോ? അത് സാധിക്കണമെങ്കിൽ മക്കളോട് കൂടെ മാതാപിതാക്കൾ കൂടുതൽ സമയം
ചിലവഴിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ മെച്ചൂരിയിൽ ആവശ്യപ്പെടുകയാണ്. അടുത്തതായിട്ട് പരിശുദ്ധ അമ്മ മെച്ചൂരിയിൽ പങ്കുവയ്ക്കുന്നു, കുടുംബങ്ങളിൽ യേശുവിന് വേണ്ടി നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തണം. എപ്രകാരമാണ് ഈശോയ്ക്ക് വേണ്ടി കുടുംബങ്ങളിൽ കൂടുതൽ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുക? അത് കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അത് എപ്രകാരമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ വ്യത്യസ്തമാണ്. കുടുംബാംഗങ്ങൾ എപ്രകാരമാണ് യേശുവിനെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയ്ക്ക് കൂടുതൽ സമയം കുടുംബത്തിൽ കണ്ടെത്തണം എന്ന് മാതാവ് പറയുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണ് ഈശോയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നതെന്ന് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ആലോചിക്കണം, കുടുംബാംഗങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കണം. ഈശോയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തണം. കാരണം അത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു, പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളുണ്ടോ? ഇല്ല. കഷ്ടപ്പാടില്ലാത്ത കുടുംബങ്ങളുണ്ടോ? സാധാരണഗതിയിൽ ഒരു 60% കുടുംബങ്ങളിലും എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. എത്ര സമ്പന്നനായ കുടുംബത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചില വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈശോയ്ക്ക് നിങ്ങളുടെ കുടുംബങ്ങളിൽ കൂടുതൽ സമയം നിങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ഏത് കഷ്ടപ്പാടുകളിലും കടന്നു പോയാലും നിൻ്റെ കുടുംബത്തിൻ്റെ വെല്ലുവിളി എത്രമാത്രം വലുതാണെങ്കിലും അതെല്ലാം സ്വീകരിക്കുവാനും അതിജീവിക്കുവാനുമുള്ള ശക്തി നീ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമെന്ന്. ഇവിടെ സഹോദരങ്ങളെ, ചില കുടുംബങ്ങളിലൊക്കെ ഒരു പ്രശ്നം വരും, പെട്ടെന്ന് നമ്മൾ തളർന്നു പോവുകയാണ്. ഒരു കുടുംബത്തിൽ പെട്ടെന്നൊരു രോഗം വന്നു, ഒരു ക്യാൻസർ രോഗം. ഇന്ന് പല കുടുംബങ്ങളിലും പെട്ടെന്ന് അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, മറ്റു പല രോഗങ്ങൾ വന്ന് എത്ര കുടുംബങ്ങളാണ് അസ്വസ്ഥപ്പെടുന്നത്. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്രകാരമുള്ള രോഗങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കടന്നു വരുന്നത് നമുക്കറിയില്ല. ഒരുപക്ഷേ ചില രോഗങ്ങളാകാം, ഒരുപക്ഷേ മറ്റു ചില നഷ്ടങ്ങളാകാം, ഒരുപക്ഷേ ചില കഷ്ടങ്ങളാകാം. എന്തൊക്കെയാണോ കുടുംബത്തിൽ പല രീതിയിലുള്ള അസ്വസ്ഥത കടന്നു വരാം. അപ്പോൾ നമ്മൾ പതറിപ്പോവുകയാണ്. ആ നിമിഷത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ, ദൈവമേ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അറിയില്ല, ഇത്രയുള്ള പതർച്ചയുടെ ഒരു വക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ പരിശുദ്ധമ്മ പറയുകയാണ്, നിൻ്റെ കുടുംബം ഈശോയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തി ഈശോയ്ക്ക് കൂടുതൽ സമയം നൽകിക്കൊണ്ടിരുന്ന കുടുംബമാണെങ്കിൽ ഏതു വെല്ലുവിളിയും നീ സമാധാനപൂർവ്വം നീ അതിജീവിക്കും. അതിനുള്ള ധൈര്യം നിനക്ക് ലഭിക്കും. കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം, എന്നാൽ പ്രശ്നങ്ങളുടെ നടുവിൽ നീ വീണു പോകില്ല, പ്രശ്നങ്ങളുടെ നടുവിൽ നീ തളർന്നു പോകില്ല. നീ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഈശോയിൽ നിന്ന് ലഭിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഓരോ കുടുംബങ്ങളിലും ഈശോയ്ക്ക് പ്രാധാന്യം നൽകണം, ഈശോയ്ക്ക് കൂടുതൽ സമയം നൽകണം എന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. കുടുംബങ്ങളിലെ മറ്റൊരവസ്ഥ അമ്മ മെച്ചൂരിൽ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ്, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുമെന്ന്. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന്. എൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ കുടുംബ ജീവിതം അനുദിനം പ്രഭാത പ്രാർത്ഥനയിൽ ആരംഭിക്കണം, അത് സന്ധ്യാപ്രാർത്ഥനയിൽ അവസാനിക്കണം. പ്രഭാത പ്രാർത്ഥന ആരംഭിച്ച് എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. സന്ധ്യാപ്രാർത്ഥന എന്താണ്? അത് കൃതജ്ഞതാ പ്രാർത്ഥനയാണ്. ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയോടുകൂടി ദൈവത്തെ ആരാധിച്ച് കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ആ ദിവസം അവസാനിപ്പിക്കുക. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടും. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾക്ക് സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. ഇതിൻ്റെ കൂടെ അമ്മ കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എല്ലാവർക്കും കാണത്തക്ക ഒരു സ്ഥലത്ത് ബഹുമാനപൂർവ്വം വച്ചിരിക്കണമെന്ന്. വിശുദ്ധ ഗ്രന്ഥം അത് ദൈവവചനമാണ്. ദൈവവചനം അത് യേശുക്രിസ്തുവാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞു തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ബൈബിൾ വെക്കുന്ന സ്ഥലം ഒന്ന് നോക്കി എവിടെയാണെന്ന്.
ചിലപ്പോൾ നമ്മൾ ബഹുമാനം ഏത് അലമാരിലൊക്കെ വെച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകും. ചില ആത്മീയ പിതാക്കന്മാരൊക്കെ പറഞ്ഞു തരുന്നത് ബൈബിളിനെ കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നമ്മൾ ചിലപ്പം ബൈബിൾ ഇച്ചിരി കട്ടിയുള്ള ഒരു പുസ്തകം ആയതുകൊണ്ട് നമ്മൾ അലമാരിലൊക്കെ ബൈബിൾ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കയറ്റി ബാക്കിയെല്ലാം വെക്കും. അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഒരുപക്ഷെ നാം അറിയാതെ വേണ്ടാത്ത കുറേ കാര്യങ്ങളും കയറ്റി വെച്ചെന്നിരിക്കും. ചീപ്പ്, കണ്ണാടി, അത് ഇതൊക്കെ ബൈബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാകാം. ബൈബിൾ ദൈവവചനമാണ്. അതുകൊണ്ട് അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കുടുംബത്തിൽ കൊടുക്കണമെന്ന് പരിശുദ്ധ പറയുകയാണ്. ബൈബിളിൻ്റെ മുകളിൽ മറ്റു കാര്യങ്ങളല്ല വയ്ക്കേണ്ടത്, ബൈബിൾ എല്ലാത്തിൻ്റെയും മുകളിൽ വയ്ക്കണം. അത് ദൈവവചനമാണ്. അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാ കുടുംബാംഗങ്ങളും കാണത്തക്ക ഒരു സ്ഥലത്ത് ബഹുമാനപൂർവം വിശുദ്ധ ഗ്രന്ഥം വച്ചിരിക്കണം. എത്രമാത്രം കരുതലോടുകൂടിയാണ് പരിശുദ്ധി അമ്മ കുടുംബങ്ങളെ അനുഗ്രഹപ്രദമാക്കുവാൻ പരിശ്രമിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബത്തിൻ്റെ പ്രാധാന്യം അമ്മ പങ്കുവയ്ക്കുമ്പോൾ അമ്മ മാതാപിതാക്കൾക്ക് നൽകുന്ന മറ്റൊരു നിർദ്ദേശമുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി മാറണം. മാതാപിതാക്കൾ മാതൃകയാകാത്ത മക്കൾ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് അമ്മ പറയുന്നു. മക്കൾ നഷ്ടപ്പെട്ടു പോകും, മക്കൾ നശിച്ചു പോകുമെന്നാണ് എൻ്റെ അർത്ഥം. മക്കൾ മറ്റു പല സാഹചര്യങ്ങളിലേക്കും പോയി പോകുമെന്നാണ് അമ്മ പറയുന്നത്. മാതാപിതാക്കളുടെ ജീവിതം മക്കൾക്ക് മാതൃകയാകണം. പ്രിയമുള്ള മാതാപിതാക്കൾ ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾക്കൊരു മാതൃകയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മക്കൾക്ക് മാതൃകയാകാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തു മാറ്റി വീണ്ടും ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുവാൻ പരിശ്രമിക്കണം. ഇതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മളുടെ കുടുംബജീവിതത്തിൽ ഇത്രമാത്രം ഗൗരവമായി നമ്മൾ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നത്. മാതാപിതാക്കളുടെ ജീവിതം മക്കൾക്ക് മാതൃകയാകണമെന്ന് അമ്മ മെജ്ജുകൊരിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. മാതാപിതാക്കളുടെ ജീവിതം മാതൃകയായ മക്കൾ അവർ അനുഗ്രഹത്തിൻ്റെ വഴിയിലാണ് എന്ന് പരിശുദ്ധം പറഞ്ഞിരുന്നു. ഈ മക്കളുടെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. കാരണം മാതാപിതാക്കളിൽ നിന്ന് അവർ പഠിച്ച മാതൃക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവരുടെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റും. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹപ്രദമാക്കി ഇത് കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ഒരു വെല്ലുവിളിയാണ്. മക്കൾക്ക് മാതൃകയുള്ള മാതാപിതാക്കളായി ജീവിക്കുക എന്നുള്ളത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൻ്റെ വിലയും പ്രാധാന്യവും വളരെ വ്യക്തമായി ശക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന മെജ്ജുകൊരിയിലെ പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അമ്മ നൽകിയ സന്ദേശങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹപ്രദമാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കളോടുകൂടെ, മക്കളോടുകൂടെ, സഹോദരി സഹോദരങ്ങളോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.